രോഗമില്ലാത്ത മാറിടങ്ങളെല്ലാം മുറിച്ചും രോഗമില്ലാത്തവർക്ക് രോഗമുണ്ടെന്ന് പറഞ്ഞ് ശസ്ത്രക്രിയകൾ നടത്തിയും താനും കാശ് തട്ടുന്നു, ആശുപത്രികളും കാശ് തട്ടുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. ആന മുട്ട കഴിച്ചിട്ടാണോ ആനയ്ക്ക് പ്രോട്ടീൻ കിട്ടുന്നത് എന്ന് ഞാൻ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി. ഒരിക്കലല്ല, പലയിടത്തും ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഓരോ ജീവിക്കും ആ ജീവിയുടെ ശരീരഘടനയ്ക്കനുസരിച്ച് ഭക്ഷണം, അവയവങ്ങളുടെ പ്രത്യേകതകൾക്ക് യോജിച്ച് അവയവങ്ങളുടെ ഘടനയ്ക്ക് അനുസൃതമായ ഭക്ഷണം. സ്വന്തം ഭക്ഷണം കഴിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരു ജീവിയെയും കാണാൻ കഴിയില്ല. ആമയ്ക്ക് ആമയുടേതായ ഭക്ഷണം, ആടിന് ആടിൻ്റേതായ ഭക്ഷണം, പശുവിന് പശുവിൻ്റെ ഭക്ഷണം, ആനയ്ക്ക് ആനയുടേതായ ഭക്ഷണം. അത് മരക്കൊമ്പുകൾ മാത്രമാണ് തിന്നുന്നത്. അതിൽ നിന്ന് അതിനാവശ്യമുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ് അതിൻ്റെ ശരീരത്തിനുണ്ട്. ഇത് പക്ഷേ കോട്ടയത്തെ കാരിത്തിന്നുന്ന ആശുപത്രിയിലെ ഓന്തോളജിസ്റ്റിന് അത്ര പിടിക്കണില്ല. അയാൾ ആനമുട്ടയും പറഞ്ഞ് എന്നെ കളിയാക്കി ഭയങ്കരമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അയാളത് ചെയ്യുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ, കാശതിൽ വാരിക്കോരിക്കൊടുക്കാൻ മരുന്ന് കമ്പനിക്കാരുണ്ട്, പ്രമോഷൻ നടത്താൻ. പിന്നെ അയാൾ അതിനനുസരിച്ച് യൂട്യൂബിൻ്റെ പരസ്യങ്ങൾ നമ്മളെ കാണിച്ച് അതിൻ്റെ കാശും കൂടെ മേടിക്കുന്നുണ്ട്. ആർത്തിപ്പണ്ടാരമാണ്. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് 2 ആശുപത്രികളിൽ നിന്ന് ക്യാൻസർ ഡോക്ടർ എന്ന നിലയ്ക്കുള്ള വലിയ ശമ്പളം കിട്ടുന്ന ആളാണല്ലോ. ഞാൻ വളരെ ചുരുങ്ങിയ പണം മാത്രം ആളുകളിൽ നിന്ന് വാങ്ങി. നിങ്ങൾ ലക്ഷങ്ങൾ വാങ്ങുമ്പോൾ ഞാൻ 2000-ഓ 2500-ഓ 3000-ഓ ഒക്കെ മാത്രം വാങ്ങി ഭക്ഷണവും താമസവും ചികിത്സയും എല്ലാം കൂടി കൊടുക്കുകയാണ്. ഇങ്ങനെ ലക്ഷങ്ങൾ വാങ്ങുന്ന നിങ്ങൾ ഈ യൂട്യൂബിൻ്റെ വഷള് പരസ്യം കാണിച്ചുള്ള കാശ് കൂടെ വാങ്ങണോ? അതങ്ങോട്ട് നിർത്തിക്കൂടെ? എൻ്റെ ചാനലിൽ ഞാൻ പരസ്യങ്ങൾ നിർത്തിച്ചു, എനിക്ക് അതിൻ്റെ കാശ് വേണ്ട. അതുകൊണ്ട് യൂട്യൂബ് എന്നെ അടുത്ത് പുറത്താക്കുമോ, കാശ് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ കാശ് മേടിക്കേണ്ട, ഞങ്ങളുടെ പരസ്യം ഇടുമെന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെന്നൊക്കെ കേട്ടു. എങ്ങനെ വരുമെന്ന് അറിയില്ല, പക്ഷേ എനിക്കതിലിഷ്ടമല്ല. എൻ്റെ കൺസൾട്ടേഷന് പോലും ഞാൻ ഫീസ് ചോദിക്കാറില്ല, തരുന്നത് വാങ്ങും. കോടാനുകോടി മുടക്കിയുള്ള ഒരു ആശുപത്രിയിലിരിക്കുന്ന നിങ്ങൾക്ക് വരുന്ന രോഗികളെ അങ്ങനെ തന്നാ മേടിച്ച് വിടാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഓരോ രോഗിയെയും പിഴിഞ്ഞ് ഊറ്റിയെടുത്ത് ആശുപത്രിക്ക് മുതൽ മുടക്കിൻ്റെ പലിശ കിട്ടുന്ന രീതിയിൽ, ലാഭം കിട്ടുന്ന രീതിയിൽ ഒരു പിമ്പിൻ്റെ പണി ചെയ്യാൻ ഈ അലോപ്പതിക്കാരൻ ബാധ്യസ്ഥനാണ് എന്നുള്ളത് എനിക്കറിയാം. എന്നാലും ഈ ആർത്തി കാണിക്കണോ? യൂട്യൂബിൽ നിന്നുള്ള വരുമാനവും വേണം, പിന്നെ മരുന്ന് കമ്പനിക്കാർ തരുന്ന കമ്മീഷനും വേണം. ഏതായാലും അങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. ആളൊരു ക്രിമിനലാണ്, ക്യാൻസർ ഹീലറാണ് എന്ന് പറഞ്ഞ ആളുകളെ കബളിപ്പിക്കുകയാണ്, ചതിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. ക്യാൻസർ ഹീലർ എന്നുപയോഗിക്കുന്നത് അധാർമികമാണ്, അൺഎത്തിക്കലാണ്, ശരിയല്ല. ICMRനൊക്കെ ആളുകൾ പരാതി അയച്ചാൽ അയാളതെടുത്തുകൊണ്ട് ഓടേണ്ടതായി വരും. അതേപോലെ കിച്ചൺ ടു ക്ലിനിക്കാണ്. ഞാൻ അയാളോട് പറഞ്ഞു, എടോ മനുഷ്യ, അടുക്കളയാണ് ആശുപത്രി, അമ്മയാണ് ഡോക്ടർ അല്ലെങ്കിൽ അച്ഛനാണ് ഡോക്ടർ, ആഹാരമാണ് ഔഷധം. തൻ്റെ തലതൊട്ടപ്പനാണെന്ന് പറയുന്ന ഹിപ്പോക്രാറ്റിസ് പറഞ്ഞിട്ടുണ്ട്, ആഹാരമാണ് ഔഷധം, ഔഷധവും ആഹാരം തന്നെയായിരിക്കണം. പക്ഷേ ഇയാൾക്ക് ഔഷധം എന്ന് പറഞ്ഞാൽ വയറ്റിൽ ചെന്ന കുടൽ തുളഞ്ഞു പോകുന്നതും ഡിപ്രഷൻ ഉണ്ടാക്കുന്നതും വയറ്റിലെ ഡൈജസ്റ്റീവ് ബാക്ടീരിയകളെല്ലാം കൊല്ലുന്നതും പിന്നെ പലതരത്തിലുള്ള പാഷാണ ആൻറ്റിബയോട്ടിക്കുകളെല്ലാം കൂടി കോക്ടെയിൽ ഉണ്ടാക്കി കീമോ എന്നുള്ള പേരിട്ട് രോഗിയെ മരിക്കുന്നതാണ് ഭേദമെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന തരത്തിലുള്ള വിഷപ്രയോഗങ്ങളാണുള്ളത്.
അതൊന്നും പറഞ്ഞാലൊന്നും അങ്ങോട്ട് യേശുവില്ല. അങ്ങേർക്ക് ഡിഗ്രി ഉള്ളത് നാണമില്ലായ്മയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെല്ലാം വേറൊന്നും പറയാനില്ല. ചിരിക്കാനായിട്ട് എനിക്ക് ഇപ്പോൾ ജഗതിയുടെ സിനിമകൾ വളരെ ഇഷ്ടമാണ്. അതുപോലെ ഇഷ്ടമാണ് ചിരിക്കാൻ ഇങ്ങേരുടെ ഭോഷത്വങ്ങൾ കേൾക്കുക. ഞാനാണ് പഠിച്ചിട്ടുള്ളത്, ഇവരാരും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പണ്ട് ഇയാൾ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്ന കാലത്തെ, ജാംബവാൻ്റെ കാലത്തെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും. പ്രോട്ടീൻ അങ്ങനെ ചെന്നിട്ട് അങ്ങനെയാകുന്നു, ശരീരത്തിൽ ഇങ്ങനെയാണ്. കാലമൊക്കെ മാറിപ്പോയി. എ ട്രേസ് ഓഫ് പ്രോട്ടീൻ മാത്രം എടുത്തിട്ടാണ് മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ ചത്തുപോകുന്നത്. അതിലുള്ള നല്ലതും ചീത്തയെല്ലാം ശരീരത്തിന് തന്നെ തിരിച്ച് നല്ലൊരു ശതമാനം പ്രോട്ടീനും തിരിച്ചു കൊടുത്തിട്ടാണ് കോശങ്ങൾ ചത്തുപോകുന്നത്. പണ്ടത്തെ ഒരു താരിപ്പനുസരിച്ച് ഇങ്ങനെ പ്രോട്ടീൻ ആയാലും കാൽഷ്യം ആയാലും വൈറ്റമിനുകളായാലും നിരന്തരം ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ ആൻറ്റിബയോട്ടിക്കൊക്കെ ഉപയോഗിച്ച് ഗട്ട് ബാക്ടീരിയകൾ വീക്കായി കഴിഞ്ഞാൽ, ചത്തു കഴിഞ്ഞാൽ പല പോഷകങ്ങളും ശരീരത്തിന് എടുക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ നിരവധി മരുന്നുകളാണ് വൈറ്റമിൻ ഡി സ്വാംശീകരിക്കാൻ, ശേഖരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ അയൺ ഡെഫിഷ്യൻസി വരുന്നത് പല മരുന്നുകൾ കഴിക്കുമ്പോഴാണ്. വൈറ്റമിൻ സി തകരുന്നത് നിങ്ങളുടെ ശരീരത്തിന് കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസാക്കി അതിനെ ഉപയോഗിക്കുന്ന പ്രക്രിയയ്ക്ക് തടസ്സമുണ്ടാക്കി പാൻക്രിയാസിനെ തകർക്കുന്ന 200ഓളം മരുന്നുകളുടെ ലിസ്റ്റ് ഹേയ് ഓന്തോളജിസ്റ്റേ ഞാൻ തരാം. അപ്പം ഞാൻ ആനമുട്ട കഴിച്ചിട്ടാണോ ആനയ്ക്ക് പ്രോട്ടീൻ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു. ആനയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വേറെയാണ്, മനുഷ്യനുമായിട്ട് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ കിടന്ന് ആർമാദിക്കുന്നത്. എനിക്ക് ഉളുപ്പുണ്ടോ എന്നാ ചോദിക്കുന്നത്. ഉളുപ്പില്ലാത്തത് നിങ്ങൾക്കാണ്. ഇയാളെ ഞാൻ 2-3 ചോദ്യം ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. ഈ മുട്ടയും പാലിനെയും കുറിച്ച് ഞാൻ ഇയാൾക്ക് മറുപടി പറഞ്ഞ വീഡിയോകളുണ്ട്. അത് കണ്ടതായി ഉളുപ്പില്ലാത്ത ഈ മനുഷ്യൻ ഭാവിക്കുന്നില്ല. ഇയാൾ ഒരു സയൻറ്റിഫിക് സ്റ്റഡി റിപ്പോർട്ട് പോലും ഈ മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾക്ക് കൊണ്ടുവരാറില്ല. ഇയാളോട് ഒരാൾ വന്ന് ചോദിച്ചു, അലൂമിനിയം പാത്രത്തിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത് ശരിയാണോ? അപ്പോൾ അയാൾ പറയുകയാണ് ഒരു കുഴപ്പമില്ല. അയാൾ പറയുന്നതൊക്കെ നമ്മൾ വിശ്വസിച്ചോളണം. ഒരു ശാസ്ത്രീയ പഠന റിപ്പോർട്ട് പോലും അയാൾ കാണിക്കുന്നില്ല. ഞാൻ ലോകാരോഗ്യ സംഘടനയുടേതടക്കം PCRM എന്ന് പറയുന്ന ഫിസിഷ്യൻസ് കമ്മിറ്റി ഫോർ റെസ്പോൺസിബിൾ മെഡിസിൻ എന്ന് പറയുന്ന 17,000 ഡോക്ടർമാർ അംഗങ്ങളായിട്ടുള്ള സംഘടന 17 കൊല്ലം നടത്തിയ പഠനങ്ങളുടെ ഫലമായി 1.5 ലക്ഷം പേരിൽ നിരീക്ഷിച്ചു. 17 കൊല്ലം. മുട്ടയും പാലും മനുഷ്യ ശരീരത്തിന് ചേരില്ല, നിരവധി തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കും. മുട്ട ക്യാൻസറിന് കാരണമാണ്, ഹൃദ്രോഗത്തിന് കാരണമാണ്. ഇങ്ങനെയെല്ലാമുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ, സ്റ്റഡി റിപ്പോർട്ടുകൾ, റിസർച്ച് റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ട് നടത്തിയ ഇദ്ദേഹത്തിന് പറഞ്ഞ മറുപടികൾ കണ്ടില്ല എന്ന് നടിച്ച് ആനമുട്ട കഴിച്ചിട്ടാണോ എന്ന് പരിഹസിച്ചതിനെ അതുമാത്രം എടുത്ത് പറഞ്ഞ് ഇയാൾ ഞാൻ ജയിച്ചേ എന്ന് പറഞ്ഞ് ഗോഗോ വിളിക്കുകയാണ്. ജാതി തട്ടിപ്പാണ് നിങ്ങൾ. തട്ടിപ്പിന് കയ്യും കാലും വെച്ചതാണ് നിങ്ങൾ. നിങ്ങളുടെ അമ്മയെ ക്യാൻസർ പിടിച്ചപ്പോൾ എന്തേ നിങ്ങളുടെ ഓന്തോളജി ചെയ്യാതിരുന്നത്? നിങ്ങളുടെ അമ്മയെ ഡോക്ടർ CP മാത്യുവിൻ്റെ സിദ്ധ ചികിത്സയ്ക്ക് നിങ്ങൾ കൊണ്ടുപോയി. പ്രകൃതി ഭക്ഷണം കൊടുത്തു, അവർ സുഖപ്പെട്ടു. എന്നിട്ടും നിങ്ങൾ ശരിയായ ചികിത്സകളെ പരിഹസിച്ചപ്പോൾ ഡോക്ടർ CP മാത്യു നിങ്ങളെ എടാ വിഡ്ഢി, നിന്റെ അമ്മയുടെ രോഗം സിദ്ധ കൊണ്ടല്ലേടാ മാറിയതെന്ന് ചോദിച്ചിട്ടുണ്ടോ ഓന്തോളജിസ്റ്റേ? ഉളുപ്പില്ലാത്തത് ആർക്കാണ് ഉളുപ്പില്ലാത്തത്? സ്വന്തം അമ്മയ്ക്ക് രോഗം വരുമ്പോൾ സിദ്ധയും പ്രകൃതിയും, നാട്ടുകാർക്ക് മുഴുവനും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിഷങ്ങളും. നിങ്ങൾ അലൂമിനിയ പാത്രത്തെക്കുറിച്ച് പറഞ്ഞു. ഞാനും നിങ്ങളും തമ്മിൽ മുഖാമുഖം നമുക്കൊരു സംവാദം നടത്താം.
നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിലൂടെ ഇത്ര കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമുണ്ട്. ഏതാണ് ശരി? ശാസ്ത്രീയമായും സത്യസന്ധമായും. ശാസ്ത്രത്തിൽ പറയണതല്ല സത്യമാവണമെന്നില്ല. ഞാൻ പറയുന്നു, മുട്ടയെക്കുറിച്ചും പാലിനെക്കുറിച്ചും ഇന്ന് നമ്മുടെ മുന്നിലുള്ള പഠന റിപ്പോർട്ടുകളിൽ 60% ഫാക്ടറിക്കാരുടെ കൈക്കൂലി ഫണ്ടുകൾ വാങ്ങിയ കള്ള ശാസ്ത്രജ്ഞന്മാർ നടത്തിയ കള്ള പഠന റിപ്പോർട്ടുകളാണ്. ഓന്തോളജിസ്റ്റിനൊന്ന് നിഷേധിക്കാമോ? അത്തരം പഠനങ്ങളിലാണ് മുട്ട സൂപ്പർ ഫുഡാണ്. എന്തിന്? മുട്ട വ്യാപാരികളോട് മുഴുവനും നോ പറയാൻ കഴിയാത്ത, മുട്ട ആരോഗ്യത്തിന് അപകടമാണ് എന്ന് മൊത്തത്തിൽ അങ്ങനെ പറയാൻ പ്രയാസമുള്ള ലോക അനാരോഗ്യ സംഘടന പറയുന്നത് 2.5 മുട്ടയിൽ കൂടുതൽ ഒരാഴ്ച കഴിക്കരുത്, കുഴപ്പമാണെന്നാണ്. ലോകത്തെ മിക്കവാറും ഡയറ്ററി ഗൈഡ് ലൈൻസുകളിൽ 2.5 മുട്ടയിൽ കൂടുതൽ ഒരാഴ്ചയിൽ കഴിക്കരുത് എന്നാണ് പറയുന്നത്. കോട്ടയത്തെ കാര്യത്തിനെന്ന ആശുപത്രിയിലെ ഓന്തോളജിസ്റ്റ് പറയുകയാണ്, ജനങ്ങളെ മുട്ട നന്നായി ദിവസവും കഴിച്ചോളൂ, പാല് നന്നായി കുടിച്ചോളൂ, അലൂമിനിയ പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കിക്കോളൂ, എണ്ണകൾ ഏതും ഉപയോഗിക്കാം, ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് കുഴപ്പമേ അല്ല. അയാൾക്ക് രോഗികളെ വേണം. അയാൾക്ക് സാധാരണ ജനങ്ങളെ രോഗികളാക്കി മാറ്റണം, ആരോഗ്യമുള്ളവരെ പേടിപ്പിക്കണം. പോഷകങ്ങൾ വേണ്ടത്ര കിട്ടില്ല, അത് കിട്ടില്ല, ഇത് കിട്ടില്ല, മുട്ടയും പാലും ഇറച്ചിയും മീനും ഒക്കെ കഴിക്കണം. അത് പാടില്ല എന്ന് പറയുന്ന ആളുകൾ ഉളുപ്പില്ലാത്തവരാണ്, മണ്ടന്മാരാണ്. ഞാനാണ് പഠിച്ചിട്ടുള്ളത്. എടോ ഓന്തോളജിസ്റ്റേ, ഡോക്ടർ BM ഹെഗ്ഡെ തന്നേക്കാളുമൊക്കെ എത്രയോ കൂടുതൽ പഠിച്ചിരിക്കുന്നു. ബോംബെ ബിർള ഹോസ്പിറ്റലിൽ ഡോക്ടർ ആനന്ദ് ഗോഖാനിയുണ്ട്. ഇന്ത്യയിലെ പ്രമുഖനായ ഡയബറ്റോളജിസ്റ്റാണ്. അദ്ദേഹം പറയാണ്, പാല് കുടിക്കരുത്, പാല് കുടി നിർത്തണം, പല രോഗങ്ങളും അപ്രത്യക്ഷമാകും. നിങ്ങൾക്ക് മാറാത്ത അലർജിയുണ്ടോ? മാറാത്ത ദഹനപ്രയാസങ്ങളുണ്ടോ? ഇറച്ചിയും മീനും മുട്ടയും പാലും ഒക്കെ ഒന്ന് നിർത്തി നോക്കിയേ. ഞങ്ങൾ പറയുന്ന പ്രകൃതി രീതിയിലേക്കൊന്ന് വരൂ. സത്യം അവിടെയുണ്ട്, ശാസ്ത്രമുണ്ട്, സത്യമുണ്ട്. ശാസ്ത്രം മാത്രം നോക്കുന്ന ആളുകൾക്ക് പലപ്പോഴും അതിൽ സത്യം ഉണ്ടാവില്ല. കാരണം ഫണ്ട് വാങ്ങി ശാസ്ത്രജ്ഞന്മാർ കള്ള റിസർച്ച് നടത്തി കള്ള റിപ്പോർട്ടുകളാൽ സുനാമി കൊണ്ട് സത്യത്തെ മൂടിയിടുകയാണ്. സത്യസന്ധമായ പഠന റിപ്പോർട്ടുകൾ ദീർഘകാലമുള്ള നിരീക്ഷണങ്ങളായിരിക്കും, അനവധി പേരിലുള്ള നിരീക്ഷണങ്ങളായിരിക്കും. എന്നാൽ ഫണ്ട് വാങ്ങി ശാസ്ത്രജ്ഞന്മാർ കുറച്ച് ആളുകളിൽ കുറഞ്ഞൊരു വിഷയത്തിലുള്ള ഒരു പഠന റിപ്പോർട്ട് ഉണ്ടാക്കി തരും. അതിൻ്റെ അവസാനം എഴുതും, ഇങ്ങനെയൊക്കെയാണെങ്കിലും കൂടുതൽ പഠനങ്ങൾ ഇക്കാര്യത്തിൽ ആവശ്യമാണ്. അതോടെ അവർ സേഫ് ആകും. നമ്മുടെ നാട്ടിൽ നിരവധി ശാസ്ത്രീയ പഠന റിപ്പോർട്ടുകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. PhD തീസീസുകൾ, ഇംഗ്ലീഷ് 2 വാക്ക് നേരെ ചൊവ്വ എഴുതാൻ അറിയാൻ പാടില്ലാത്തവർ ഡോക്ടർമാരാണ് നമ്മുടെ നാട്ടിൽ. വാഴക്കുലയും തേങ്ങാക്കുലയും തമ്മിൽ അറിയാൻ പാടില്ലാത്തവരും നമ്മുടെ നാട്ടിൽ ഡോക്ടർമാരാണ്. ഇതൊക്കെ തന്നെയാണ് ശാസ്ത്രീയ ഗവേഷണങ്ങളുടെ സ്റ്റാൻഡേർഡ് അവസ്ഥ. ഇതാണ്. അതുകൊണ്ട് കോട്ടയത്തെ കാര്യത്തിനെന്ന ആശുപത്രിയിലെ ഓന്തോളജിസ്റ്റിനെ മുഖാമുഖമുള്ള, ഞാൻ ഇതുവരെ ഈ ഓന്തോളജിസ്റ്റ് ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞിരുന്നില്ല. ഇയാൾ ഈ ഉളുപ്പില്ലാത്ത പണി ഒന്നുമില്ലെങ്കിൽ നേരിട്ട് സംവാദത്തിന് വരണം. അതല്ല എങ്കിൽ സത്യം പറയാനുള്ള മര്യാദ കാണിക്കണം. സ്വന്തം അമ്മയ്ക്ക് ക്യാൻസർ പിടിച്ചപ്പോൾ സിദ്ധയും പ്രകൃതിയും നാട്ടുകാർക്ക് മുഴുവനും അത് രോഗമില്ലാത്ത മാരടം മുറിച്ചെടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ കയ്യിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് ഞാൻ ചെയ്തത്. മെനി ടെസ്റ്റ് ആർ പൊട്ടൻഷ്യലി ഹസാർഡസ്, നൺ ഓഫ് ദീസ് ടെസ്റ്റ് ആർ കംപ്ലീറ്റ്ലി റിലയബിൾ. നല്ലൊരു ശതമാനം ലാബ് റിപ്പോർട്ടുകളും അപകട സാധ്യതയുള്ളതാണ്. ഇതിൽ ഒരു ലാബ് ടെസ്റ്റിനെയും പൂർണ്ണമായും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. എല്ലാ ലാബ് ടെസ്റ്റുകൾക്കും ഫാൾസ് പോസിറ്റീവും ഫാൾസ് നെഗറ്റീവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
20 ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരെണ്ണം തെറ്റായിരിക്കും എന്നാണ് ഡേവിഡ്സൺസ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞ് ഈ ഓന്തോളജിസ്റ്റിനെ മെഡിക്കൽ കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. ഇല്ല എന്ന് പറയട്ടെ ഓന്തോളജിസ്റ്റ്. എന്നിട്ട് അയാൾ പറയുകയാണ്, എൻ്റെ മുമ്പിൽ വന്ന ടെസ്റ്റ് റിപ്പോർട്ടിൽ അത് ക്യാൻസറായിരുന്നു, ഞാൻ അങ്ങോട്ട് കീറി. എന്നാൽ ഗംഗാധരൻ പറഞ്ഞിരുന്നു ആ റിപ്പോർട്ട് മാത്രം വിശ്വസിക്കാൻ പറ്റില്ല, ഒന്നുകൂടെ ചെയ്യണം. ആ റിസൾട്ട് വന്നിട്ടും അത് നോക്കാൻ മെനക്കെടാതെ, അതുകൂടെ കണ്ടു കഴിഞ്ഞാൽ ഈ കാശ് കിട്ടൂലേ. അത് കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് ക്യാൻസറാണ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് വെച്ച് ഉടനെ ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ ലക്ഷങ്ങളാണ് ഇയാളുടെ ആശുപത്രിയുടെ. ഇയാൾക്കൊരു ടാർഗറ്റ് ഉണ്ടാവും ആശുപത്രികളിൽ. ആ ടാർഗറ്റ് തികച്ചു കൊടുക്കേണ്ട ബാധ്യത ആശുപത്രികളിലെ ഡോക്ടർമാർക്കുണ്ട്. എന്നിട്ട് അതിനെ ഉളുപ്പില്ലാതിരുന്ന് ന്യായീകരിക്കുകയും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്ത, ഇത് തിരുവനന്തപുരത്തിരുന്ന് വീഡിയോ ചെയ്ത ഷാജൻ സ്കറിയയെ കള്ളക്കേസിൽ കുടുക്കിയിരിക്കുകയാണ്. അയാളുടെ ആശുപത്രി കയറി അയാളെ ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നുള്ള രീതിയിലുള്ള ആശുപത്രി സംരക്ഷണ നിയമപ്രകാരമുള്ളൊരു കേസ് കൊടുത്തിട്ട് ഷാജനെ വേട്ടയാടാൻ കുറേ നോക്കി, നാണം കെട്ട് തോറ്റു. ഏതായാലും തനിക്ക് ധൈര്യമുണ്ടോ? ഒരു കാര്യത്തിൽ ഞാൻ തന്നെ സമ്മതിക്കുന്നു, ഞാൻ പറഞ്ഞിട്ടുള്ള കാതലായ കാര്യങ്ങളിൽ ഒരെണ്ണമെങ്കിലും തെറ്റാണെന്ന് തെളിയിക്കാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ. താൻ കള്ളനാണ്, തികഞ്ഞ കള്ളനാണ്, തട്ടിപ്പുകാരനാണ്. രോഗമില്ലാത്ത മാറിടങ്ങളെല്ലാം മുറിച്ചും രോഗമില്ലാത്തവർക്ക് രോഗമുണ്ടെന്ന് പറഞ്ഞ് ശസ്ത്രക്രിയകൾ നടത്തിയും താനും കാശ് തട്ടുന്നു, ആശുപത്രികളും കാശ് തട്ടുന്നു. അതുകൊണ്ട് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ, ആണാണെങ്കിൽ മുഖാമുഖം ഇരുന്ന് സംവാദത്തിന് വരിക. നമുക്കൊരു 2 മണിക്കൂർ എവിടെയെങ്കിലും ഇരിക്കാം പൊതുജനങ്ങളുടെ മുന്നിൽ. രേഖകളുമായിട്ട് വരൂ, ഞാനും വരാം. ഏതാണ് ശരിയായ ശാസ്ത്രം? താൻ തൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബദ്ധശാസ്ത്രം, കച്ചവട ശാസ്ത്രം താൻ പറയുന്നുണ്ടല്ലോ, പൊളിച്ചടുക്കുകയാണ്. എന്തോന്ന് പൊളിച്ചടക്കുന്നു? താൻ പറയുന്നതിനേയും തന്നെയും കൂടെ ഞാൻ പൊളിച്ചടക്കി തരാം. ചുണയുണ്ടെങ്കിൽ വരണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ കുറേ നാളുകളായിട്ട് ഇങ്ങനെയുള്ള ഒരു മറുപടികളൊന്നും പറയാറില്ല. ഇത് വായയിൽ കോലിട്ട് കുത്തി പറയിപ്പിച്ചാൽ പിന്നെ എന്താ ചെയ്യുക? അതുകൊണ്ട് എൻ്റെ ശ്രോതാക്കൾ ക്ഷമിക്കണം. ഇതുപോലുള്ള കള്ളനാണയങ്ങളെ തുറന്നു കാണിക്കാതെ നമുക്ക് പറ്റത്തില്ല. നന്ദി, നമസ്കാരം.